ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു ഡെയിലി കറണ്ട് അഫേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. മെയ് 4, 5, 6 പ്രധാന കറണ്ട് അഫേഴ്സ്. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യൻ കര, നാവിക, വ്യോമസേനകളുടെ സംയുക്ത ആക്രമണം ഓപ്പറേഷൻ സിന്ദൂർ. ഓപ്പറേഷൻ സിന്ദൂറിൽ ഭീകര ക്യാമ്പുകൾ തകർത്തത് സ്കാൽപ് മിസൈലുകൾ ഉപയോഗിച്ച്. കേരളത്തിന് പിന്നാലെ കോളനി എന്ന വാക്ക് ഉപയോഗിക്കില്ലെന്ന് തീരുമാനമെടുത്ത സംസ്ഥാനം തമിഴ്നാട്. 2025 പത്മപ്രഭ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആലംകോട് ലീലാകൃഷ്ണൻ. കേരളത്തിന്റെ വനം മേധാവിയായി ഹെഡ് ഓഫ് ഫോറസ്റ്റ് ഫോഴ്സ് ചുമതലയേറ്റത് രാജേഷ് രാജേന്ദ്രൻ. പ്രഥമ കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദന്. ഭിന്നശേഷിക്കാർക്കും സർക്കാരിന്റെ ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉറപ്പാക്കണം എന്ന സുപ്രധാന വിധി പുറപ്പെടുവിച്ച കോടതി സുപ്രീം കോടതി. കേന്ദ്ര സർക്കാരിന്റെ 7-അംഗ ദേശീയ സുരക്ഷാ ഉപദേശക സമിതിയുടെ അധ്യക്ഷനായി നിയമിതനായത് മുൻ റോ മേധാവി അലോക് ജോഷി. രാജ്യത്തെ 2026 ദേശീയ സെൻസസിന് ഒപ്പം ആദ്യത്തെ സമ്പൂർണ്ണ ജാതി സെൻസസ് നടത്താൻ തീരുമാനമായി. ജമ്മു കശ്മീർ, ലഡാക്ക് മേഖല ഉൾപ്പെടുന്ന നോർത്തേൺ ആർമി കമാൻഡ് മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ പ്രതീക് ശർമ്മ ചുമതലയേറ്റു. ഇതുപോലുള്ള ഡെയിലി കറണ്ട് അഫേഴ്സ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമന്റ്. താങ്ക് യു.